ഹോശേയ 13 അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എഫ്രൈം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി. അവൻ ഇസ്രയേൽ മികച്ചവനായിരുന്നു. എന്നാൽ ബാൽ മുഖാന്തരം കുറ്റം ചെയ്തപ്പോൾ അവൻ മരിച്ചുപോയി. ഇപ്പോഴോ അവർ അധികമധികം പാപം ചെയ്യുന്നു. അവർ വെള്ളികൊണ്ട് ബിംബങ്ങളെയും ബോധിച്ചതുപോലെ വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി. ഇവയൊക്കെയും കൗശലപ്പണിക്കാരുടെ പണിയത്രേ. അവയോട് അവർ സംസാരിക്കുന്നു. ബലി കഴിക്കുന്ന മനുഷ്യർ കാളക്കിടാക്കളെ ചുംബിക്കുന്നു. അതുകൊണ്ട് അവർ പ്രഭാതം മേഘം പോലെയും കാലത്ത് ഒഴിഞ്ഞു പോകുന്ന മഞ്ഞുപോലെയും കളത്തിൽ നിന്ന് കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതിർ പോലെയും പുകക്കുഴലിൽ നിന്ന് പൊങ്ങുന്ന പുക പോലെയും ഇരിക്കും. ഞാനോ മിസ്രയീം ദേശം മുതൽ നിന്റെ ദൈവമായ യഹോവയാകുന്നു. എന്നെ അല്ലാതെ വേറൊരു ദൈവത്തെയും നീ അറിയുന്നില്ല. ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ലല്ലോ. ഞാൻ മരുഭൂമിയിൽ ഏറ്റവും വരണ്ട ദേശത്ത് തന്നെ നിന്നെ മേയിച്ചു. അവർക്ക് മേച്ചൽ ഉള്ളതുപോലെ അവർ മേഞ്ഞ് തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം ഉയർന്നു. അതുകൊണ്ട് അവർ എന്നെ മറന്നു കളഞ്ഞു. ആകയാൽ ഞാൻ അവർക്കൊരു സിംഹത്തെ പോലെ ഇരിക്കും. വഴിയരികെ വള്ളിപ്പുലിയെ പോലെ ഞാൻ അവർക്കായി പതിയിരിക്കും. കുട്ടികൾ പൊയ്പോയ കരടിയെ പോലെ ഞാൻ അവരെ എതിരിട്ട് അവരുടെ ഹൃദയത്തിലെ നെയ്വല കീറിക്കളയും. അവിടെ വെച്ച് ഞാൻ അവരെ ഒരു സിംഹം പോലെ തിന്നുകളയും. കാട്ടുമൃഗം അവരെ കടിച്ചു കീറും. ഇസ്രയേലേ, നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മറക്കുന്നത് നിന്റെ നാശമാകുന്നു. നിന്റെ എല്ലാ പട്ടണങ്ങളിലും നിന്നെ രക്ഷിക്കാകുന്ന നിന്റെ രാജാവ് ഇപ്പോൾ എവിടെ? എനിക്കൊരു രാജാവിനെയും പ്രഭുക്കന്മാരെയും തരണം എന്ന് നീ അപേക്ഷിച്ചിരിക്കുന്ന നിന്റെ ന്യായാധിപന്മാർ എവിടെ? എന്റെ കോപത്തിൽ ഞാൻ നിനക്ക് രാജാവിനെ തന്നു. എന്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു. എഫ്രൈമിന്റെ അകൃത്യം സംഗ്രഹിച്ചും അവന്റെ പാപം സൂക്ഷിച്ചും വെച്ചിരിക്കുന്നു. നോവ് കിട്ടിയ സ്ത്രീയുടെ വേദന അവന് ഉണ്ടാകും. അവൻ ബുദ്ധിയില്ലാത്ത മകൻ. സമയമാവുമ്പോൾ അവൻ ഗർഭധാരത്വെങ്കിൽ എത്തുന്നില്ല. ഞാൻ അവരെ പാതാളത്തിന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കും. മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മരണമേ, നിന്റെ ബാധകൾ എവിടെ? പാതാളമേ, നിന്റെ സംഹാരം എവിടെ? എനിക്ക് സഹതാപം തോന്നുകയില്ല. അവൻ തന്റെ സഹോദരന്മാരുടെയിൽ ഫലപുഷ്ടിയുള്ളവനായിരുന്നാലും ഒരു കിഴക്കൻ കാറ്റ് വരും. അവന്റെ ഉറവ് വറ്റി കിണർ ഉണങ്ങിപ്പോവാൻ തക്കോണം യഹോവയുടെ കാറ്റ് മരുഭൂമിയിൽ നിന്ന് വരും. അവൻ സകല മനോഹര വസ്തുക്കളുടെയും നിക്ഷേപത്തെ കവർന്നു കൊണ്ടുപോകും. സമയ തന്റെ ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് അവൾ തന്റെ അകൃത്യം വഹിക്കേണ്ടി വരും. അവർ വാൾ കൊണ്ട് വീഴും. അവരുടെ ശിശുക്കളെ അവർ തകർത്ത് കളയും. അവരുടെ ഗർഭിണികളുടെ ഉദരം പിളർന്നു കളയും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോ.